തുടരണം. അനുമോദ്, എൻ്റെ ഒരു ഓർമ്മയിൽ മലപ്പുറം വെട്ടത്തും വേങ്ങരയിലുമൊക്കെ SDPIയും CPM പഞ്ചായത്തുകളിൽ SDPIയുടെ പിന്തുണയോടെ ആണ് ആ ഭരണം നിലനിർത്തിയത് എന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെയല്ലേ? മലപ്പുറം ജില്ലയിൽ വളരെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ തന്നെ അങ്ങനെ ഒരു സാഹചര്യം പലയിടത്തും ഉണ്ടായിരുന്നില്ലേ? 2015 അത്തരത്തിൽ ഒരു കൂട്ടുകെട്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ വ്യാപകമായി കണ്ടിരുന്നത്. ലീഗിനെതിരെ ഒന്നിക്കാൻ കഴിയുന്ന എല്ലാവരും ഒന്നിച്ച്, അതിൽ ചിലയിടങ്ങളിൽ വെൽഫെയർ പാർട്ടി വന്നിട്ടുണ്ട്, ചിലയിടങ്ങളിൽ SDPI വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ജനകീയ മുന്നണിയായിട്ട് ലീഗിനെതിരെ അന്ന് 30-ലധികം പഞ്ചായത്തുകൾ, 27 പഞ്ചായത്തുകളിലാണ് തോന്നുന്നുണ്ട് അത്തരത്തിലുള്ള നീക്കം നടന്നിട്ടുള്ളത്. അതിൽ പറപ്പൂരൊക്കെ ലീഗിൽ നിന്നും ഭരണം ഒന്ന് പിടിച്ചെടുത്ത് തന്നെ ഈ ജനകീയ മുന്നണി, അതിൽ SDPI ഉണ്ട്, വെൽഫെയർ ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അത്തരത്തിലുള്ള എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു സമവാക്യം സൃഷ്ടിച്ച് ഭരണത്തിൽ നിന്ന് ലീഗിനെ അകറ്റുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടന്നത്. അതിൻ്റെ ഒരു വിശദീകരണം പറഞ്ഞത്, അധികാരമില്ലാത്തിടത്ത് അധികാരം നേടുവാൻ അവിടെ ആരുമായിട്ടാണോ പ്രാദേശികമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാൻ കഴിയുക അവരുമായി കൂട്ടുകെട്ടുണ്ടാക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു തിയറി ഉണ്ടായിരുന്നത്. 2020 ആകുമ്പോഴേക്കും അതിൻ്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ തവണയൊക്കെ വെൽഫെയറുമായിട്ട് ചിലയിടങ്ങളിൽ ഇടതുപക്ഷത്തിന് കൂട്ടുകെട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാദേശികമായിട്ട് അത്തരത്തിലുള്ള സഖ്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് മലപ്പുറത്ത് തെരഞ്ഞെടുപ്പുകളിൽ മുൻകാലങ്ങളിൽ തദ്ദേശീയമായിട്ട് ഇടതുപക്ഷം സ്വീകരിച്ചിരുന്ന അടവ് നയമാണ്. പക്ഷേ ഇത്തവണ മാറ്റമുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അത്രയേ ഉള്ളൂ. ഇത് ഇത്തവണ നിങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്, വളരെ പ്രത്യക്ഷമായി തന്നെ നിങ്ങൾ അത് തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്ത് അവർ അത്ര മോശക്കാരായി തോന്നിയിട്ടില്ല എന്നത് അംഗീകരിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അത് എനിക്ക് ആരാണ് ആ പേരെനിക്കറിയില്ല. എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ 42 പാറ്റ്നയിൽ ജമാഅത്ത് ഇസ്ലാമി ദേശീയ തലത്തിൽ അവരുടെ ഒരു വലിയ സമ്മേളനം നടത്തപ്പോൾ ഗാന്ധി അതിൽ പങ്കെടുക്കുന്നു. ഗാന്ധി അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്സിന് അനുകൂലമായി എന്നല്ല. അപ്പൊ അത് സുജനമര്യാദയനുസരിച്ച് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഗാന്ധി അതിൽ പങ്കെടുത്തു. നെഹ്റു അതിനെ കർശനമായി വിമർശിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തിൽ ഗൾഫ് യുദ്ധവും മറ്റു രീതിയിലുള്ള സാമ്രാജ്യ അധിനിവേശവും മുസ്ലിം ലോകത്താകെ പരിഭ്രാന്തിയും ഇസ്ലാമോഫോബിയും ഒക്കെ പടരുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ പലയിടങ്ങളിലും ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് അതെനിക്ക് മനസ്സിലായി ശ്രീ കുഞ്ഞിക്കണ്ണൻ. അതല്ല, അതിനും അപ്പുറത്ത് ലീഗ് എന്ന പൊതുശത്രുവിനെ ഒഴിവാക്കാൻ വേണ്ടി പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കിയ സഖ്യം, അവിടെ ആഗോള തലത്തിലുള്ള ഈ ശരിയായ രാഷ്ട്രീയ ശരികളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു നിലപാടിന്റെ പുറത്ത് അതെടുത്താൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ലീഗാണ് ശത്രു, ലീഗിനെ മാറ്റണം എന്നതായിരുന്നു മലപ്പുറത്തെ നിലപാട് എന്നതാണ് എത്രയോ വർഷമായി മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്ന അനുമോദ് പറഞ്ഞത്. ഇല്ല, അതങ്ങനെ സിംപ്ലി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗ് ബാബറി മസ്ജിദ് തകർക്കുന്നത് ഉൾപ്പെടെയുള്ള RSS അജണ്ടക്ക് അന്നത്തെ കേന്ദ്ര ഭരണ പാർട്ടിയായ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് എല്ലാവിധത്തിലും ഒത്താശ ചെയ്ത ഒരു സാഹചര്യത്തില് മലപ്പുറത്തെ നാട്ടിൻ പ്രദേശങ്ങളിലും നഗരങ്ങളിലുമൊക്കെ പൊതുവെ പൊളിറ്റിക്സിന്റെ ഭാഗമായി, ആ സമുദായ പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അതായത് INL, TDP, ഈ ജമാഅത്ത്, ഇങ്ങനെ പല തലങ്ങളിൽ അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അത്തരമൊരു സാഹചര്യത്തെ CPM ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയമായി അതിനെ സ്വാംശീകരിക്കുന്ന മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയെ ഒറ്റപ്പെടുത്താതെ ഒരു രക്ഷയുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഇത് വളരെ വ്യക്തമാണ്. ഇത് ഒരു അർത്ഥത്തിൽ എന്താണ്, വളരെ താൽക്കാലികമായി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ആരെയും കൂട്ടുവിടുന്നില്ല. നിങ്ങൾ 2000-ലെയും 90-കളിലെയൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സും കേരള പൊളിറ്റിക്സും അത് മുസ്ലിം ലോകത്തുണ്ടാക്കിയ വ്യത്യസ്തമായ പ്രതികരണ പ്രസ്ഥാനങ്ങളെല്ലാം നിങ്ങൾ നോക്കണം. അത്തരൊരു സാഹചര്യത്തിൽ വളരെ ഡെമോക്രാറ്റിക്കായി ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസ്റ്റ് അധികാര ശക്തികൾക്കെതിരായിട്ട് യോജിച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ അമീത് മാഷ് പറഞ്ഞതുപോലെ എന്താണ്, ഈ പുള്ളി മായുന്നില്ലല്ലോ. അവർ ഈ മതരാഷ്ട്രവാദം നേരത്തെ പറഞ്ഞ ആളുകളാണ്. ആ കാര്യങ്ങളിൽ അവർ ഇന്ന് കുറെ കൂടെ എന്താണ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. BJP കേന്ദ്രാധികാരത്തിൽ വന്നപ്പോൾ ആ കേന്ദ്രാധികാരത്തിന്റെ സൗകര്യങ്ങൾ അവർക്കുണ്ട്. BJP എന്താണ്, നമ്മൾ വിചാരിക്കുക മുസ്ലിം തീവ്രവാദത്തിനെതിരാണെന്നാണ്. പക്ഷെ ഇന്ത്യയിലെ പഹൽഗാം, ഏറ്റവും ഒടുവിലുള്ള ഡൽഹി സ്ഫോടനം, ഇതിന്റെയൊക്കെ തന്നെ ഇന്റലിജൻസ് അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, സ്ഫോടന കൃത്യങ്ങൾ ഉണ്ടാക്കാൻ തീവ്രവാദികൾക്ക് ആഗോള ബന്ധമുള്ള ഭീകര സംഘങ്ങൾ കഴിയുന്നു? കാരണം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് BJP എന്ത് ചെയ്യുന്നത്? ഇവിടെ
ഭൂരിപക്ഷ ദുർവീകരണമാക്കുന്ന മെജോറിറ്റിനിസം വളർത്തുന്ന ആ മെജോറിറ്റിനിസത്തിന് ആവശ്യമായ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ അവർക്ക് സഹായകരാണ്. അത് നമ്മൾ ജമ്മു കാശ്മീരിൽ പരസ്യമായിട്ട് BJP ജമാഅത്ത് ഇസ്ലാമിക്കാരെ ഇറക്കിക്കൊണ്ടാണ് തരിഗാമി ഉൾപ്പെടെയുള്ള വളരെ പ്രശസ്തരായ ദേശീയ നേതാക്കൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ പോലും അവർ ഇടപെട്ടിട്ടുള്ളത്. ഇതാണ് നമ്മളൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പ്രതികരിച്ചതിന്. CB അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഇത്തവണ മലപ്പുറം കോഡൂരിൽ വെൽഫെയർ സ്ഥാനാർത്ഥിയെ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ലീഗ് മണ്ഡലം പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തുമുണ്ട്. ഈ മുഷാവറ യോഗത്തിൽ തന്നെ നിലപാട് വളരെ കൃത്യമായി EK വിഭാഗം അറിയിച്ചതാണ്. അതായത് ഇവരുമായി യാതൊരു സഖ്യവും വേണ്ട എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവരെ പേടിച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ പരോക്ഷമായ ഒരു പിന്തുണ, അല്ലെങ്കിൽ പൊതു സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്ന UDF എന്ന ഒരു പരിവേഷവുമായി മത്സരം മലപ്പുറത്ത് എത്രത്തോളം ഇത് നടക്കുന്നുണ്ട്? മലപ്പുറത്തെ കാര്യങ്ങൾ നേരത്തെ തന്നെ വളരെ വ്യക്തമാണ്. ഇവിടെ വെൽഫെയറും UDFും സഖ്യത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ഒട്ടേറെ പഞ്ചായത്തുകളിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഏലംകുളത്തുണ്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കോഡൂരിലുണ്ട്. ഇവിടെയൊക്കെ ഈ തരത്തിൽ തന്നെയാണ് വെൽഫെയറിൻ്റെയും കൂട്ടിലങ്ങാടിയിലും അതേപോലെ മക്കരപ്പറമ്പിലും ഒക്കെ ഈ പറയുന്ന ഒരു കൂട്ടുകെട്ടുണ്ട്. പക്ഷേ അത് നേരത്തെ VD സതീശൻ നടത്തിയ ഒരു പ്രസ്താവനയുടെ ഒരു കൂട്ടുപിടിച്ചാണ്. അത് സതീശൻ തന്നെ നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന ഒരു വിശദീകരണമാണ് ലീഗ് നേതാക്കളുടെ ഭാഗത്തുനിന്നുള്ളത്. വെൽഫെയർ വളരെ തന്ത്രപരമായ മൗനം പാലിച്ചുകൊണ്ട് പ്രാദേശിക സഖ്യങ്ങൾ ഉണ്ടാക്കി ഒരു പഞ്ചായത്തിലെ 1-2 വാർഡുകളിൽ വെൽഫെയർ സ്ഥാനാർത്ഥി UDFന്റെ സഹകരണത്തോടെ മത്സരിക്കുന്നു. മറ്റു വാർഡുകളിൽ അവർ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്ക ഇടങ്ങളിൽ കഴിഞ്ഞ തവണ തന്നെ അങ്ങനെ തന്നെയാണുള്ളത്. ഇത്തവണയും സമാനമായ രീതിയിലാണുള്ളത്. ഇവിടെ കോഴിക്കോട് DCC പ്രസിഡന്റ് തള്ളി പറഞ്ഞതുപോലെ ഇവിടെ ആരും തള്ളി പറയുന്നില്ല. മാത്രമല്ല ആ ചോദ്യങ്ങളിൽ തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറി ഇത് ഒരു പ്രാദേശികമായിട്ടുണ്ടാക്കുന്ന അടവ് നയമാണ്, തെരഞ്ഞെടുപ്പ് നയമാണ്, സഖ്യമാണ് എന്ന തരത്തിലുള്ള വിശദീകരണം അവർ നൽകിക്കൊണ്ടാണ് ഇതിനെ അവർ പ്രതിരോധിക്കുന്നത്. അത് ഈ കാര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരുന്നല്ലോ നമുക്ക് അടുത്തിടെ എടുത്തു കാണിക്കാൻ കഴിയുന്ന UDF വെൽഫെയർ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടുള്ളത്. അതിൻ്റെ സമാനമായ രീതിയിൽ എന്നാൽ പരസ്യ പ്രസ്താവനകളോ പരസ്യ പ്രതികരണങ്ങളോ ഒഴിവാക്കി കൃത്യമായി താഴെ തട്ടിൽ മാത്രം ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന തന്ത്രമാണ് ഇവിടെ വെൽഫെയറും UDFും ഒന്നിച്ച് പയറ്റുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പല സീറ്റുകളും ചെറിയ വോട്ടുകൾക്ക് നേടാൻ കഴിയുന്ന സീറ്റുകളൊക്കെ നഷ്ടമാക്കാനുള്ള സാഹചര്യം ഒരുക്കലാണ് ഈ ഒരു കൂട്ടുകെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്യമായ പ്രസ്താവനകൾ ഇതിൽ വേണ്ട എന്നുള്ളത് കൃത്യമായ നിർദ്ദേശം അത് ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തും വെൽഫെയറിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തും ഉള്ളത് കൊണ്ട് തന്നെ പരസ്യ പ്രസ്താവനകൾ ഇതിൽ വരുന്നില്ല. പക്ഷേ പ്രവർത്തനം അത് പരസ്യമായിട്ട് തന്നെ മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും സജീവമായിട്ട് ഇതിന് നടക്കുന്നുണ്ട്. ശ്രീജ, ശരി, ഇനി PV അൻവറിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. അനുമോദ് ഒരിക്കൽ കൂടി MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഇത് വിശദീകരിക്കാൻ UDF നേതൃത്വം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലീഗ് പാടുപെടുമോ എന്നതാണ് അറിയേണ്ടത്. അവർക്ക് ഉത്തരം പറയേണ്ട ചില വേദികളും സന്ദർഭങ്ങളും വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രത്യക്ഷത്തിൽ യാതൊന്നുമില്ല. പക്ഷേ അവർ പിന്തുണ തരുന്നു, അപ്പോൾ ഞങ്ങൾ അത് സ്വീകരിച്ചു, എന്തിനു വേണ്ടെന്ന് പറയണമെന്ന നിലപാട് കൊണ്ട് ലീഗിന് അവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? അതൊരു ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഈ സമസ്തയിലെ EK വിഭാഗം ശക്തമായി ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നവരാണ്. അവർ പലപ്പോഴും പൊതുവേദികളിലൊക്കെ തന്നെ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ മാറിയതായി തങ്ങൾക്കറിയില്ലല്ലോ. പറഞ്ഞ പ്രസംഗങ്ങളും പുറത്തു വന്ന പണ്ഡിത മതങ്ങളുമൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ എന്നൊക്കെ അദ്ദേഹം തന്നെ പലതവണ നിലപാട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരസ്യമായ ഒരു കൂട്ടുകെട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി വരുമ്പോൾ അത് ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഈ തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിതെളിക്കും എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പം കോൺഗ്രസിനും പരസ്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, പരസ്യമായ ഒരു വേദിയിലോ ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴോ അവരോട് ബന്ധമുണ്ടെന്ന് പുറത്ത് പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതേസമയം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പൊതു സ്വാതന്ത്ര്യം എന്ന രീതിയിൽ അല്ലെങ്കിൽ ചിഹ്നമില്ലാത്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ച് അവരുടേതും ഞങ്ങളുടേതുമായ സ്ഥാനാർത്ഥി എന്ന രീതിയിലൊക്കെ വോട്ട് പിടിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ സന്ദേശം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാണ്. കാരണം വിദ്യാ ബാലകൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാവും PK ബഷീർ MLA പോലുള്ള MLA യും ഒക്കെ നിൽക്കുന്ന വേദിയിലാണ് ഈ
വെൽഫെയർ പാർട്ടി നേതാവിൻ്റെ പ്രസംഗം നടക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളാണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പം പത്രിക സമർപ്പിക്കാനായി പോകുന്നത്, അവർക്ക് പ്രചാരണത്തിനായി പോകുന്നത്. പരസ്യമായി തന്നെ ബോർഡുകൾ സ്ഥാപിച്ച് UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു അന്തർധാര സജീവമാണ്. ആ മത്സരിക്കുന്ന ഇടങ്ങളിൽ താഴെത്തട്ടിലും ഈ ഒന്നിച്ചുള്ള പ്രവർത്തനം പ്രകടവുമാണ്. പക്ഷേ നേതാക്കൾ അത് തള്ളിക്കൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും പറയാൻ കഴിയുക. ശ്രീജ. ശരി. MS അനീഷ് കുമാറും